ഐതിഹ്യങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ മനുഷ്യരാശി ദൈവങ്ങളെ ധിക്കരിക്കുന്ന സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ യുക്തിയെയും ഭാവനയെയും വെല്ലുവിളിച്ച് പുരാതന ലോകത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് മനുഷ്യരാശി 7 നിർമ്മിതികൾ പടുത്തുയർത്തി. അതിൽ മൺമറഞ്ഞു പോയ ഒരു സാമ്രാജ്യത്തിലെ കാവൽക്കാരന്റെ ആകാശം മുട്ടുന്ന വലിയ ശില്പം മുതൽ സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇവ കേവലം നിർമ്മിതികൾ മാത്രമായിരുന്നില്ല. വിയർപ്പും രക്തവും ഇച്ഛാശക്തിയും കൊണ്ട് അമരത്വത്തിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യന്റെ ധീരതയുടെ സാക്ഷ്യങ്ങളായിരുന്നു അവ. അതുകൊണ്ട് അവയെ നമ്മൾ പുരാതന കാലത്തിലെ 7 ലോകാത്ഭുതങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. ഈ ലോകാത്ഭുതങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അവയുടെ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഗ്രീക്ക് മിത്തോളജിയിലെ ഏറ്റവും പരമോന്നതമായ ദൈവമായിരുന്നു സിയൂസ്. എല്ലാ ഗ്രീക്കുകാരും പണ്ട് സിയൂസിനെ ആരാധിച്ചിരുന്നു. ഇന്നത്തെ കാലത്തിൽ പോലും പലരും ഗ്രീക്ക് ഐതിഹ്യങ്ങളിലെ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. പുരാതന കാലത്തിൽ സിയൂസിന്റെ പേരിൽ ഒരുപാട് ടെമ്പിൾസ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഗ്രീസിലെ ഒളിമ്പിയ എന്ന സ്ഥലത്തിൽ സ്ഥാപിച്ചിരുന്ന സിയൂസ് ടെമ്പിളിന്റെ അത്ര വരില്ല. ആ ടെമ്പിളിനുള്ളിലായിരുന്നു സിയൂസിന്റെ ബൃഹത്തായ സ്റ്റാച്യു നിർമ്മിച്ചു വെച്ചിരുന്നത്. സിയൂസ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെയാണ് സ്റ്റാച്യു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരു കാലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിരുന്നു ഇത്. BC 435 അതായത് 2459 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചത്. 42 അടി ഉയരമുണ്ടായിരുന്ന ഈ പ്രതിമ കാഴ്ചക്കാരെ എല്ലാം ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ പ്രതിമയെ ഒന്ന് കാണാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരെ ആൾക്കാരെത്തിയിരുന്നു. ഫിദിയാസ് എന്നൊരു ശില്പി ഏതാണ്ട് 30 വർഷങ്ങൾ കൊണ്ടായിരുന്നു ഇത് നിർമ്മിച്ചത്. ഇതിന്റെ കോർ മുഴുവൻ തടി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിനു മുകളിൽ സ്വർണവും ഐവറിയും രത്നങ്ങളും അങ്ങനെ മറ്റു പല വില കൂടിയ വസ്തുക്കളും കൊണ്ട് പൊതിഞ്ഞിരുന്നു. ആകെ മൊത്തത്തിൽ വളരെ ശോഭയേറിയ കാഴ്ച തന്നെ ആയിരുന്നിരിക്കും അത്. അതിനെല്ലാത്തിനും പുറമെ ഒലിവ് ഓയിൽ കൊണ്ട് നിറച്ച ഒരു ചെറിയ കുളവും സ്റ്റാച്യുവിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. സ്റ്റാച്യുവിന്റെ വെളിച്ചം കുളത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അത് സ്റ്റാച്യുവിനെ കൂടുതൽ മനോഹരമാക്കും. ഫിഡിയാസ് തന്നെ മറ്റൊരു ഭീമൻ സ്റ്റാച്യുവും നിർമ്മിച്ചിട്ടുണ്ട്. അത് ഗ്രീസിലെ ഏതൻസ് കോട്ടയ്ക്ക് മധ്യത്തിൽ സ്ഥാപിച്ചിരുന്ന അഥീനയുടെ സ്റ്റാച്യു ആയിരുന്നു. സിയൂസിന്റെ സ്റ്റാച്യു പോലെയാണ് ഇതും നിർമ്മിച്ചത്. പക്ഷേ ഇതിന് ഏതാണ്ട് 38 അടി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. സിയൂസിന്റെ പ്രതിമയിൽ സിയൂസിന്റെ കയ്യിൽ മാലാഖ പോലെ ഒരു രൂപം കാണുന്നുണ്ട്. അത് ശരിക്കും നൈക്ക് എന്ന വിജയത്തിന്റെ ദേവതയാണ്. ഗ്രീക്ക് ഐതിഹ്യ പ്രകാരം നൈക്ക് എപ്പോഴും സിയൂസിന്റെ കൂടെ ആയിരുന്നു. സിയൂസിന്റെ മറ്റേ കയ്യിൽ വലിയൊരു വടിയും വടിയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗരുഡനും കാണാം. ഈ വടി അദ്ദേഹത്തിന്റെ ചെങ്കോലായിരുന്നു. ഗരുഡൻ സിയൂസിന്റെ ഒരു സന്ദേശവാഹിനിയും. ഈ സിയൂസ് ടെമ്പിൾ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് അവിടെ ഓരോ മാസവും തീർത്ഥാടനത്തിന് വന്നിരുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ടെമ്പിൾ സ്ഥാപിച്ചിരുന്ന സ്ഥലത്തിൽ ഇന്ന് കുറെ കല്ലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. BC 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ തിയോഡോസിയസ് ക്രിസ്ത്യാനിറ്റിയെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികമായ മതമായിട്ട് പ്രഖ്യാപിച്ചു. അതോടെ ഈ ടെമ്പിൾ മുഴുവനായും ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ഈ ടെമ്പിളിനും ഉള്ളിലെ സ്റ്റാച്യുവിനും പിന്നീട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ കൃത്യമായിട്ട് അറിയില്ല. 5-ാം നൂറ്റാണ്ടിലെ ഒരു ഭൂമികുലുക്കത്തിൽ ടെമ്പിൾ തകർന്നുവെന്നും അതോടൊപ്പം സിയൂസിന്റെ സ്റ്റാച്യുവും തകർന്നു പോയെന്നുമാണ് ചില ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. എന്നാൽ വലിയൊരു തീപിടുത്തത്തിൽ സ്റ്റാച്യു നശിച്ചു പോയെന്നും മറ്റു ചില പുസ്തകങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ശേഷം സ്റ്റാച്യുവിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാം തന്നെ മോഷ്ടിക്കപ്പെട്ടിരുന്നുവെന്നും പല ഹിസ്റ്റോറിയൻസും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നതിന് കൃത്യമായ യാതൊരു രേഖകളുമില്ല. സിയൂസിന്റെ സ്റ്റാച്യു മാത്രമല്ല, പുരാതന കാലത്തിലെ ഒരേ ഒരു ലോകാത്ഭുതം ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ട്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ സൂര്യദേവനായ ഹീലിയോസിന്റെ ഒരു പ്രതിമയായിരുന്നു കൊളോസസ് ഓഫ് റോഡ്സ്. പേര് പോലെ തന്നെ ഇതൊരു ഭീമാകാരമായ പ്രതിമയായിരുന്നു. റോഡ്സ് എന്ന ഗ്രീക്ക് ദ്വീപിലെ റോഡ്സ് എന്ന സിറ്റിയിലായിരുന്നു ഈ പ്രതിമ ഉയർത്തിയത്. ഇതിന് 108 അടി ഉയരമുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 33% ഉയരം. പുരാതന കാലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിരുന്നു ഇത്. BC 280 റോഡ്സ് ദ്വീപിലെ ശില്പിയായ ചാൾസ് ഓഫ് ലിൻഡോസ് ആണ് ഈ ഗംഭീരമായ സ്റ്റാച്യു നിർമ്മിച്ചത്. മാസഡോണിലെ ചക്രവർത്തിയായ ഡെമട്രിയസ് I റോഡ്സ് ദ്വീപിനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു. ഏകദേശം 1 വർഷത്തോളം കാലം അയാൾ റോഡ്സിനെ ആക്രമിച്ചു. പക്ഷെ എന്നിട്ടും അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ വിജയകരമായി ശത്രുക്കളെ എതിർത്തു നിന്നതിന്റെ ഓർമ്മയായിട്ടാണ് കൊളോസസ് ഓഫ് റോഡ്സ് നിർമ്മിച്ചത്.
ഡെമിട്രിയസിന്റെ പടയാളികൾ അവരുടെ ഭൂരിഭാഗം യുദ്ധസാധനങ്ങളും കപ്പലുകളുമെല്ലാം റോഡ്സിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. റോഡ്സിലുള്ളവരതെല്ലാം എടുത്തു വിറ്റു. അങ്ങനെ കിട്ടിയ കാശുകൊണ്ടാണ് അവര് കൊളോസസ് സ്റ്റാച്യു നിർമ്മിക്കാൻ തുടങ്ങിയത്. അതുപോലെ പ്രധാനമായും വെങ്കലവും ഇരുമ്പും കൊണ്ടായിരുന്നു ഇത് നിർമ്മിച്ചത്. അതിൽ നല്ലൊരു ശതമാനം ഇരുമ്പും വെങ്കലവും പടയാളികൾ ഉപേക്ഷിച്ചു പോയ വസ്തുക്കളെ ഉരുക്കി ഉണ്ടാക്കിയതാണ്. റോഡ്സ് തുറമുഖത്തിന്റെ മുന്നിലാണ് സ്ഥാപിച്ചതെന്നല്ലാതെ അതിന്റെ ശരിക്കുമുള്ള ലൊക്കേഷൻ എവിടെയായിരുന്നുവെന്നോ ഈ പ്രതിമയുടെ രൂപം എങ്ങനെയായിരുന്നുവെന്നോ അതെങ്ങനെയാണ് നിന്നിരുന്നതെന്നോ അങ്ങനെ ഒന്നും തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കൊളോസസ് ഓഫ് റോഡ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് പല രീതിയിലും നിൽക്കുന്ന ചിത്രങ്ങൾ കാണാൻ കഴിയുന്നത്. ഡെമട്രിയസിന്റെ പടയാളികളെ അവരെതിർത്ത് തോൽപ്പിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അവർക്ക് പ്രകൃതിയെ എതിർക്കാൻ കഴിഞ്ഞില്ല. BC 226 ഒരു ഭൂമികുലുക്കത്തിൽ ഈ വലിയ പ്രതിമ തകർന്നു വീണു. അതായത് വെറും 54 വർഷങ്ങൾ മാത്രമേ ഈ ലോകാത്ഭുതം നിലനിന്നുള്ളൂ. തകർന്ന ശേഷം അതിന്റെ കാലും മറ്റ് അവശേഷിപ്പുകളും ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെയും പല നൂറ്റാണ്ടുകളോളം കാലം നിലനിന്നു. എന്നാൽ 7ാം നൂറ്റാണ്ടിൽ അറേബ്യൻസ് റോഡ്സിനെ കീഴടക്കി. കൊളോസസ് സ്റ്റാച്യുവിന്റെ അവശേഷിപ്പുകളെ മുഴുവൻ അവർ നശിപ്പിക്കുകയും വിലപിടിപ്പുള്ള ഭാഗങ്ങളെ എടുത്ത് വിറ്റ് കാശാക്കുകയും ചെയ്തു. മാസഡോണിയൻ രാജാവായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് മെഡിറ്ററേനിയൻ തീരത്തിൽ BC 332 സ്ഥാപിച്ച ഒരു വലിയ സിറ്റിയാണ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ. അലക്സാണ്ടർ സ്ഥാപിച്ചിട്ടുള്ള ഒട്ടനേകം സിറ്റികളിൽ ഒരുപക്ഷെ ഈ സിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്. പുരാതന കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നായിരുന്നു അലക്സാൻഡ്രിയ. ഒരിക്കൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് സന്ദർശിച്ചിരുന്ന സിറ്റിയും ഇതായിരുന്നു. കാരണം അന്നത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു അലക്സാൻഡ്രിയയിലെ തുറമുഖം. അലക്സാണ്ടറിന്റെ കാലം കഴിഞ്ഞപ്പോൾ ടോളമി ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം ടോളമിയാണ് അലക്സാൻഡ്രിയയ്ക്ക് സമീപമുള്ള ഫാരോസ് എന്ന ചെറിയൊരു ദ്വീപിൽ ഒരു വലിയ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാൻ ഉത്തരവിട്ടത്. അങ്ങനെ BC 280 247 ഇടയിൽ ഫാരോസ് ദ്വീപിൽ ലൈറ്റ് ഹൗസ് ഓഫ് അലക്സാൻഡ്രിയ സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ ലൈറ്റ് ഹൗസിന്റെ പണി തീരുന്നതിന് മുന്നേ ടോളമി മരണപ്പെട്ടിരുന്നു. ശരിക്കും 1994 കുറച്ച് ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റുകൾ ഇതിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തുന്നതുവരെ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇതെവിടെയാണ് സ്ഥാപിച്ചിരുന്നതെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇതിന് ഏകദേശം 100 മുതൽ 130 മീറ്റേഴ്സ് വരെ ഉയരമുണ്ടായിരുന്നു. പല നൂറ്റാണ്ടുകളോളം കാലം വരെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികളിൽ ഒന്നായിട്ട് തന്നെ ഇത് നിലനിന്നു. വൈറ്റ് ഗ്രാനൈറ്റും മാർബിളും കൊണ്ട് നിർമ്മിതമായ ഈ ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും മുകളിൽ ഒരിക്കലും കെടാത്ത രീതിയിൽ തീ കത്തിച്ചുകൊണ്ടിരുന്നു. 40 കിലോമീറ്റേഴ്സ് അകലെ നിൽക്കുന്ന കപ്പലുകൾക്ക് പോലും ലൈറ്റ് ഹൗസിന്റെ തീ കാണാൻ കഴിയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ പൊസൈഡോന്റെ ഒരു ചെറിയ പ്രതിമയും ഉണ്ടായിരുന്നു. ഗ്രീക്ക് ഐതിഹ്യത്തിലെ സമുദ്രത്തിന്റെ ദേവനായിരുന്നു പൊസൈഡോൺ. 1000 വർഷത്തിൽ കൂടുതൽ കാലം ഈ ലോകാത്ഭുതം അലക്സാൻഡ്രിയയിൽ നിലനിന്നു. അതിനിടയിൽ അലക്സാൻഡ്രിയയെ അറേബ്യൻസും റോമൻസും ഒക്കെ കീഴടക്കിയിരുന്നു. പക്ഷേ അവസാനം 956 1323 ഇടയിൽ സംഭവിച്ച 3 ഭൂമികുലുക്കങ്ങൾ കാരണം ഈ ലൈറ്റ് ഹൗസ് പൂർണ്ണമായും തകർന്നുപോയി. നിലവിൽ വീണ്ടും ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാൻ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് പദ്ധതിയിടുന്നുണ്ട്. BC 600 നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പൂന്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വലിയ മഹാമാളികയായിരുന്നു ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ. പുരാതന കാലത്തിലെ ബാബിലോൺ സിറ്റിയിൽ, അതായത് ഇന്നത്തെ ഇറാഖിലാണ് ഈ പൂന്തോട്ടങ്ങളുടെ മാളിക നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത്. നെബുക്കഡ്നെസർ II എന്ന രാജാവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഈ പൂന്തോട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങളും മരങ്ങളും എല്ലാ വർണ്ണങ്ങളിലുമുള്ള പുഷ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ലക്ഷറി പാലസ് ആയിരുന്നു. ഈ പൂന്തോട്ടങ്ങൾക്ക് ചുറ്റും വളരെ സങ്കീർണമായ കനാലുകളുണ്ട്. അതിൽ നിന്നുമാണ് പൂന്തോട്ടങ്ങൾക്ക് ആവശ്യമുള്ള ജലം ലഭിക്കുന്നത്. മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് ബാബിലോൺ. അങ്ങനെ ഒരു സ്ഥലത്തിൽ ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഒരു മാളിക നിർമ്മിക്കാൻ തീർച്ചയായും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. മരുഭൂമിക്ക് മധ്യത്തിൽ ഇതിനെ കാണാൻ ശരിക്കും ഒരു സ്വർഗീയ അനുഭൂതി തന്നെ ആയിരുന്നിരിക്കും. പക്ഷെ ഒരു വലിയ പ്രശ്നം എന്താണെന്നാൽ ഇങ്ങനെ ഒരു മാളിക ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ഹിസ്റ്റോറിയൻസിനിടയിൽ ഇന്നും ഒരു വലിയ തർക്ക വിഷയമാണ്. പല ചരിത്ര പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ രേഖകൾ ഒരിടത്തുമില്ല. ഓരോ പുസ്തകങ്ങളിലും ഇത് നിലനിന്നിരുന്ന സ്ഥലം വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ മാളികയുടെ തെളിവുകൾ കണ്ടെത്താൻ പല ഗവേഷകരും പല പതിറ്റാണ്ടുകളോളം കാലം ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ പ്രയോജനപ്പെട്ടില്ല. അവർക്കൊന്നും യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിന്നിരുന്നോ ഇല്ലയോ എന്നത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പുരാതന കാല ലോകാത്ഭുതങ്ങളിൽ ആകെ ഇതിന്റെ നിലനിൽപ്പ് മാത്രമാണ് സ്ഥിരീകരിക്കാൻ പറ്റാത്തത്.
വനത്തിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ദേവതയായിട്ട് കണക്കാക്കിയിരുന്ന ആർടെമിസിന് വേണ്ടി നിർമ്മിച്ച ഒരു ടെമ്പിൾ ആയിരുന്നു ടെമ്പിൾ ഓഫ് ആർടെമിസ്. ഇതായിരുന്നു പുരാതന കാലത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ. പുരാതന ഗ്രീക്ക് സിറ്റിയായ എഫെസസിലായിരുന്നു ഇത് സ്ഥാപിച്ചിരുന്നത്, അതായത് ഇന്നത്തെ ടർക്കിയിൽ. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിരുന്നു എഫെസസ്. പണ്ട് മുതലേ ടെമ്പിൾസ് നിർമ്മിച്ചിരുന്ന സ്ഥലത്താണ് ആർടെമിസ് ടെമ്പിളും പണിതുയർത്തിയത്. BC 550 ഇതിന്റെ പണി തുടങ്ങിയത്. ഏകദേശം 10 വർഷങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. മുഴുവനും മാർബിൾസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. വളരെയേറെ വില കൂടിയ മെറ്റൽസ് കൊണ്ട് ടെമ്പിൾ മുഴുവൻ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ഏകദേശം 380 അടി നീളവും 150 അടി വീതിയും 40 അടി ഉയരവും ഉണ്ടായിരുന്നു. പണി തീർന്നതും ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി. പക്ഷേ BC 356 വെറും പ്രശസ്തിക്ക് വേണ്ടി മാത്രം ഒരുത്തൻ ഈ ടെമ്പിളിനെ കത്തിച്ചു കളഞ്ഞു. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് അയാളുടെ വിജയമായി പോകും. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം BC 323 ഈ ടെമ്പിൾ പുനഃസ്ഥാപിച്ചു. പുതിയ ടെമ്പിൾ പഴയതിനേക്കാൾ വലുതായിരുന്നു. 450 അടി നീളവും 225 അടി വീതിയും 60 അടി ഉയരവുമുള്ള ഒരു വമ്പൻ ടെമ്പിൾ. ഈ ടെമ്പിൾ വീണ്ടും പല നൂറ്റാണ്ടുകളോളം കാലം നിലനിന്നു. ശേഷം ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ ഈ ടെമ്പിളിനെ പതിയെ എല്ലാവരും മറന്നു. അവസാനം ഇതെങ്ങനെയാണ് തകർന്നതെന്ന കൃത്യമായ രേഖകളില്ല. ആർക്കും വേണ്ടാതെ വന്നപ്പോൾ അവസാനം 5-ാം നൂറ്റാണ്ടിൽ ജോൺ ക്രിസോസ്റ്റോം എന്നൊരു ആർച്ച് ബിഷപ്പാണ് ഈ ടെമ്പിളിനെ തകർത്തതെന്ന് ചില ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. പുരാതനകാല ലോകാത്ഭുതങ്ങളിൽ ഒരുപക്ഷെ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒന്നാണ് മൗസോലിയം ഓഫ് ഹാലികാർണസസ്. ഹാലികാർണസസ് എന്നത് പുരാതന കാലത്തിലെ ഒരു ഗ്രീക്ക് സിറ്റി ആയിരുന്നു. ഇന്നത്തെ ടർക്കിയിലെ ബോഡ്രം എന്ന സ്ഥലത്തായിരുന്നു ഈ സിറ്റി അന്ന് നിലനിന്നിരുന്നത്. ഇത് ശരിക്കും ഒരു ശവകുടീരമാണ്. സൗത്ത് വെസ്റ്റ് ടർക്കിയിലെ ഒരു രാജാവായ മൗസോലസിന് വേണ്ടി BC 353 350 ഇടയിലാണ് ഈ ശവകുടീരം നിർമ്മിച്ചത്. ഹാലികാർണസസ് സിറ്റിയെ സമൃദ്ധിയുടെ പുതിയൊരു കാലത്തിലേക്ക് നയിച്ച രാജാവായിരുന്നു മൗസോലസ്. അദ്ദേഹം ഒരുപാട് പുതിയ ടെമ്പിൾസ് സ്ഥാപിക്കുകയും പുതിയ സിറ്റികൾ പണിയുകയും പഴയ സിറ്റികളെ കൂടുതൽ വികസിപ്പിക്കുകയും ഒരുപാട് പുതിയ വ്യാപാര മാർഗങ്ങൾ തുറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ ചെയ്ത അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന്റെ സൂചകമായിട്ടാണ് ഒരു പടുകൂറ്റൻ ശവകുടീരം നിർമ്മിക്കാൻ അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചത്. 148 അടി ഉയരമുണ്ടായിരുന്ന ഈ ശവകുടീരം മുഴുവൻ വൈറ്റ് മാർബിൾസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ ഇത് ഗംഭീരമായിട്ട് തിളങ്ങി നിന്നിരുന്നു. ലോകമെമ്പാടുമുള്ള ആൾക്കാരും ഈ ലോകാത്ഭുതം കാണാൻ വന്നിരുന്നുവെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഭൂകമ്പങ്ങൾ കാരണം 12-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഭാഗികമായിട്ട് തകരാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ 15-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1494 മൗസോലിയം ഓഫ് ഹാലികാർണസസ് പൂർണ്ണമായും തകർന്നുപോയി. ഇതിൽ നിന്നുമുള്ള മാർബിൾസിനെയാണ് സമീപത്ത് നിർമ്മിച്ച ഒരു കൊട്ടാരത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പുരാതനകാല ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും അവസാനം നശിച്ചത് ഇതായിരുന്നു. പുരാതനകാല ലോകാത്ഭുതങ്ങളിൽ ഇന്നും തകരാതെ നിൽക്കുന്ന ഒരേയൊരു അത്ഭുതം ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ മാത്രമാണ്. ഈജിപ്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയായ ഗിസയിലാണ് ഈ മഹാനിർമ്മിതി സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ 3 പിരമിഡുകളുണ്ട്. അതിലേറ്റവും വലുതിനെയാണ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്ന് പറയുന്നത്. ഇത് കൂഫു എന്ന ഭരണാധികാരിയുടെ ശവകുടീരമാണ്. ഇതിന് 481 അടി ഉയരവും ഓരോ വശത്തിനും 730 അടി വീതിയുമുണ്ട്. രണ്ടാമത്തേത് പിരമിഡ് ഓഫ് ഖാഫ്രെ. ഇത് കൂഫുവിന്റെ പിരമിഡിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ്. 448 അടി ഉയരവും 706 അടി വീതിയും. മൂന്നാമത്തേത് പിരമിഡ് ഓഫ് മെൻക്വാരെ. ഇത് മറ്റ് 2 പിരമിഡുകളേക്കാൾ വളരെ ചെറുതാണ്. 213 അടി ഉയരവും 343 അടി വീതിയും. BC 2600 BC 2500 ഇടയിലാണ് ഈ 3 പിരമിഡുകളും നിർമ്മിച്ചത്, അതായത് 4600 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇതാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ലോകാത്ഭുതം. 3800 കൂടുതൽ വർഷക്കാലം വരെ ദി ഗ്രേറ്റ് പിരമിഡ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതി. നിലനിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇവയ്ക്ക് ഭാഗികമായിട്ട് പല തകരാറുകളും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, പുരാതന കാലത്തിൽ ഇതിന്റെ പുറം ഭാഗം മുഴുവൻ ലൈം സ്റ്റോൺസ് കൊണ്ട് മൂടിയിരുന്നു. അന്ന് ഇത് സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ തീർച്ചയായും വളരെ ഗംഭീരമായിരുന്നിരിക്കും. എന്നാൽ കാലക്രമേണ ലൈം സ്റ്റോൺസ് എല്ലാം ഇളകിപ്പോയി. ഇന്ന് വെറും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പിരമിഡുകൾ പോലെ നിൽക്കുകയാണ്. അന്നത്തെ കാലത്തിൽ രാജാക്കന്മാരെ അടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെയുള്ള പിരമിഡുകൾ നിർമ്മിച്ചിരുന്നത്. ഇതിലെ ഗ്രേറ്റ് പിരമിഡിൽ 60 ലക്ഷം ടൺസിലേറെ പാറകളുണ്ട്. ഇത്രയും വലിയൊരു നിർമ്മിതി 4600 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിക്കുക എന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള കാര്യമായിരുന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോകാത്ഭുതം എന്ന് പറയപ്പെടാൻ എന്തുകൊണ്ടും അനുയോജ്യമായ നിർമ്മിതിയാണിത്.
ഗിസ പിരമിഡ്സിനെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് മനോഹരമായ ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണണം.